ഇന്ന് നമ്മൾ ഈ ഒരു റൈസ് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കുന്നത്. ഈ റൈസ് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു നോക്കാം. 250 ml അളവുള്ള ഒരു കപ്പിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു റൈസ് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് വെച്ചിട്ടൊക്കെ പുലാവൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അരി നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുമെന്ന് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു അരി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നോക്കാമെന്ന് വിചാരിക്കുവാണ്. അതിനിത് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 3 പ്രാവശ്യം ഒന്ന് കഴുകിയ ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് കുതിരാനായിട്ട് 20 മിനിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ അതിനായിട്ട് വെജിറ്റബിൾ എടുത്തിട്ടുള്ളത് ഒരു പീസ് ക്യാരറ്റും പിന്നെ ഒരു 5 ബീൻസും പിന്നെ ഒരു സവാളയും പിന്നെ ഒരു പിടി ഗ്രീൻ പീസുമാണ് കേട്ടോ. സവാളയും ക്യാരറ്റും ബീൻസും ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കുക. ഇനി നമുക്കതിലേക്ക് ഹോളായിട്ടുള്ള കുറച്ച് മസാല കൂടെ ചേർക്കേണ്ടതുണ്ട്. ഇതാ 2 പീസ് പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2 ഏലക്കയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 ഗ്രാമ്പൂവും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് 1/2 ടീസ്പൂൺ ഷാജീരകമാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഷാജീരകം ഇല്ലെങ്കിൽ സാധാരണ ജീരകം ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ ഞാനിതിൽ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നെയ്യ് ചേർത്താലും കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ മസാല ഉണ്ടല്ലോ, അതിങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കുക. പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടോ മുന്തിരിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 മിനിറ്റ് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതൊരു ലൈറ്റ് പിങ്ക് കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ 1 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ സവാളയൊന്നും അധികം ഒന്നും ബ്രൗണാക്കി എടുക്കുന്നില്ല കേട്ടോ. എന്താ പറയുക, നമുക്ക് വൈറ്റ് കളറിലുള്ള റൈസും പിന്നെ കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസും ഒക്കെ വരുന്ന ഒരു വെജിറ്റബിൾ പുലാവാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന് നമുക്കിതാ നമ്മൾ അരിഞ്ഞെടുത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. പിന്നെ അതാ 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിടി പുതിന ഇലയും ചേർക്കാം കേട്ടോ. ഇനി നമുക്കതിൽ ഞാൻ ചേർക്കുന്നത് ഒരു തക്കാളി ഇങ്ങനെ ക്യൂബായിട്ട് മുറിച്ചതാണ് കേട്ടോ. തക്കാളി അങ്ങനെ വഴന്ന് ഉടഞ്ഞൊന്നും പോകരുത്. ഇതുപോലെ ഫ്രഷായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് തക്കാളി ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഉപ്പും വെജിറ്റബിൾസൊക്കെ വീണ്ടും ഒന്നും കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള ബാസ്മതി റൈസ് ഉണ്ടല്ലോ, അതിൽ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞ ശേഷം ഈ വെജിറ്റബിൾസിലേക്ക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എന്താ പറയുക, നമ്മൾ കുതിർത്ത് വെച്ച അരി കാരണം അത് പൊട്ടിപ്പോവും. അതുപോലെ ഈ വെജിറ്റബിൾസും അരിയും ഒക്കെ ഒന്ന് മിക്സായി വരുന്ന പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ അരിയും സവാളയും ഒന്നും അധികം ഒന്നും ബ്രൗൺ ആക്കിയൊന്നും എടുത്തിട്ടില്ല. കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസും വൈറ്റ് റൈസും ഇതേപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഏത് കപ്പ് കൊണ്ടാണോ അരി എടുത്തിട്ടുള്ളത് ആ കപ്പ് കൊണ്ട് ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ 2 കപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾ അരിയെല്ലാം നല്ല ഒറ്റയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി വേവണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കിയ ശേഷം നമുക്കിതിനെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം എന്താ അതിൽ വെള്ളമൊക്കെ പാതി വറ്റിയിട്ട് അരിയും വെള്ളമൊക്കെ നല്ല ലെവലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് ഇട്ട ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് 10 മിനിറ്റ് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. അങ്ങനെ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരിയെല്ലാം ഇതാ കണ്ടോ പെർഫെക്റ്റായിട്ട് വെന്തിട്ടിട്ട് ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇതിൽ കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ഇനി നമുക്കതിനൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. അടിയിലൊന്നും ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസും വെജിറ്റബിൾസും കളർ ഒട്ടും തന്നെ ചേഞ്ച് ആവാതെ നമുക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ?
ഇനി നമുക്കിതിന് ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്ത ശേഷം 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു മണവും കിട്ടും കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ്യ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ സ്റ്റൗവൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് നമുക്കിതുപോലെ മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ 1 മിനിറ്റിന് ശേഷം നമ്മളിതാ ചോറ് തുറന്ന് നോക്കുകയാണ്. നല്ല മണവും നല്ല ടേസ്റ്റുമായിട്ടുള്ളൊരു പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരി ഒന്നിനോട് ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല മണിമണിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇതുപോലെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്